Ashley from UKG. Today is Environment Day. Our earth is our home. We should keep it clean and green. Let's plant more trees, save water. Let's love nature, protect our planet. Thank you for having this special day. It is Environment Day. Environment Day is a special day. It is celebrated on 5th June. We need to keep our environment clean and safe. We need to plant more trees. Thank you. മരങ്ങൾ നാടിൻ സമ്പത്ത്, മരങ്ങൾ നട്ടു വളർത്തേണം, മരങ്ങൾ നമ്മുടെ ഐശ്വര്യം. നദിയെ കുരുതി കൊടുക്കരുതേ, മണലിനായി കൊല്ലരുതേ, പുഴകളാർക്കും വിൽക്കരുതേ, അവ ദൈവം നൽകിയ വരദാനം. പ്ലാസ്റ്റിക് സഞ്ചികൾ വേണ്ടേ വേണ്ട. ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാൻ നല്ല നാളേക്ക് വേണ്ടി, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കിനായി ഒരു 100 തൈകൾ നിറഞ്ഞു വളർന്നു. I will love trees. I will keep my surroundings clean. ചങ്കുകളെ വേറൊരു പേര് വിളിക്കുക മക്കളെ. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇഷ്ടമാണോ? ആണോ? നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ലേ? നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്നവരാ? LKG മുതല് 4ാം ക്ലാസ് വരെയുള്ള അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണം കേട്ടോ. പഠിച്ച ആരായി തീരണം? പോലീസ്, പിന്നെ പട്ടാളം, പിന്നെ കളക്ടർ, പിന്നെ മന്ത്രി. അവനെ പ്രത്യേകം നോട്ട് ചെയ്യണം. അവന് മന്ത്രി കസേരയാണ് ലക്ഷ്യം. നടക്കട്ടെ. പിന്നെ ആരാ എന്താകണം? എന്റെ കുഞ്ഞു മക്കൾക്കൊക്കെ മനസ്സിൽ ചെറുപ്പം മുതല് ഒരാഗ്രഹം വേണം കേട്ടോ. എന്തായിത്തീരണമെന്നൊരാഗ്രഹം ചെറുപ്പം മുതലുള്ളത് നല്ലതാ കേട്ടല്ലോ. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എൻവിറോൺമെന്റൽ ഡേ അല്ലേ? ഇവിടെ നിങ്ങൾ ഇംഗ്ലീഷിൽ ചെയ്ത പ്രതിജ്ഞ, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായോ? എന്തോ പറഞ്ഞത്? നിങ്ങൾ എന്തോ പറഞ്ഞത്? പരിസ്ഥിതി ക്ലീൻ ആയിരിക്കണം. വേറെന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞെന്തോ നിങ്ങള്? ആദ്യം എന്തോ പറഞ്ഞു? ഐ ലവ് എന്തോ പറഞ്ഞല്ലോ. എന്തോ പറഞ്ഞു? മരങ്ങളെ ഇഷ്ടമാണ് അല്ലേ? മരങ്ങളെ നമ്മൾ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ കഴിയുമെങ്കിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കണം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? മാങ്ങ കിട്ടും. അതൊരു ഗുണമാണ്. നമ്മൾ എന്തോ ശ്വസിക്കുന്നത്, നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കുന്നത് എന്തുവാ? വായുവിൽ നമുക്ക് വേണ്ടത് എന്തുവാ? ഓക്സിജൻ അല്ലേ? ഈ ഓക്സിജൻ നമുക്ക് തരുന്ന ആരാ? ചെടികളും മരങ്ങളും ഒക്കെ നമുക്ക് ഓക്സിജൻ തരും. നമ്മളെന്താ പുറത്തേക്ക് വിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ സാധനം ആര് വലിച്ചെടുക്കും അറിയാമോ? ചെടികൾ വലിച്ചെടുക്കും. ഇത് നമുക്ക് എന്ത് തരും? ഓക്സിജൻ തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ധാരാളം ഓക്സിജൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെടികളും മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വിത്തുകള്, ചെറിയ തൈകള് അല്ലേ? ചെടികളും തൈകളും വിത്തുകളും ഒക്കെ നട്ടുപിടിപ്പിക്കണം. തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയർ അയാളുടെ ഫ്ലാറ്റിനകത്ത് ഒരു ചെറിയ തോട്ടം നട്ടുണ്ടാക്കി കേട്ടോ. നിങ്ങൾ അറിഞ്ഞായിരുന്നത്? അയാളുടെ ഫ്ലാറ്റിനകത്ത് ചെടിച്ചട്ടിയില് ഒരു കൊച്ചു തോട്ടം അയാൾ ഉണ്ടാക്കി. പക്ഷെ പോലീസുകാര് അയാളെ പിടിച്ചുകൊണ്ട് പോയി കേട്ടോ. അതറിഞ്ഞായിരുന്നോ? അയാളവിടെ നട്ട് വളർത്തി എന്താണെന്നറിയാമോ? കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ചെടിയായിരുന്നു.
തിരുവനന്തപുരത്തുള്ള ഹരിയാന സ്വദേശിയായ ഒരു എഞ്ചിനീയർ അയാളുടെ വീട്ടില് 40 ചെടിച്ചട്ടികളിലായിട്ട് ഒരു തോട്ടം പരിപാലിച്ചിരുന്നു, ഒരു ചെടിത്തോട്ടം. അങ്ങനെ ചെയ്യുമോ? ചെയ്യരുത് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രയോജനമുള്ള, ഉപകാരമുള്ള, മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങള് സ്കൂളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതുപോലെ തന്നെ സ്കൂളിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ചേട്ടന്മാര് ബൈക്കിലൊക്കെ വന്ന് കറങ്ങിയിട്ട് നിങ്ങളെ പരിചയമില്ലാത്ത ആളുകള് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൊതികളൊക്കെ തന്നാൽ, ഇത് അപ്പുറത്ത് നിൽക്കുന്ന കടയിൽ അവിടെ ഒരു ആളുണ്ട്, ഒരു പച്ച ഷർട്ടിട്ട് ഒരു ചേട്ടനുണ്ട്, അയാളെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപരിചിതരായ ആളുകള് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ തന്നാല് ഒരിക്കലും അത് വാങ്ങിക്കരുത് കേട്ടോ. വാങ്ങിക്കുവോ? ഒരു ചേട്ടൻ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ പറയുന്നു, ബൈക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു പൊതി തരുന്നു. ഈ പൊതി സ്കൂളിൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മുടി നീച്ച് വളർത്തി കറുത്ത പാൻറിട്ട് അല്ലെങ്കിൽ പച്ച ഷർട്ടിലെ ചുവന്ന ഷർട്ടിട്ടൊരു ചേട്ടൻ ഉണ്ടാവും, അയാളുടെ കയ്യിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾ വാങ്ങുമോ? വാങ്ങരുത് കേട്ടോ. ഒരു സാധനങ്ങളും അപരിചിതരായ ആളുകളുടെ കയ്യിൽ നിന്നും ഒരു സാധനങ്ങളും വാങ്ങരുത്, മറ്റൊരാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കരുത് കേട്ടല്ലോ. പിന്നെ ഒരു കാര്യം കൂടി കുഞ്ഞുമക്കളോട് പറയാം. നിങ്ങളിൽ പലരും, നിങ്ങൾ അത്രയില്ലെങ്കിലും ചെറിയ ചില അണ്ണന്മാര് അല്ലേ കൂട്ടത്തിലുള്ള, ലിഫ്റ്റ് ചോദിക്കാറുണ്ടോ? ബൈക്കിലും വണ്ടികളിലും ഒക്കെ ലിഫ്റ്റ് ചോദിക്കാറുണ്ടോ? അത് ചോദിക്കരുത് കേട്ടോ. പല സ്കൂളുകളുടെയും മുൻപിടിച്ചിട്ട് ഇതിന്റെ പ്രശ്നമുണ്ട്. നമ്മൾ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങള് ലിഫ്റ്റ് ചോദിക്കും, അപരിചിതരായ ആളുകളോട് ലിഫ്റ്റ് ചോദിച്ച് കയറി പോകുന്ന ഒരു സംവിധാനമുണ്ട് കേട്ടോ. എന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? തട്ടിക്കൊണ്ടു പോകാൻ മന്ത്രിക്ക് കാര്യങ്ങൾ അറിയാം, അവര് തട്ടിക്കൊണ്ടു പോകും. മന്ത്രി ഇതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടു പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്നത് എന്തിനാ? നമ്മുടെ കൊല്ലാനല്ല, നമ്മുടെ കണ്ണു കുത്തി പൊട്ടിക്കും, കൈ തല്ലി ഓടിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭിക്ഷയാചിക്കാൻ, കാല് തല്ലി ഓടിക്കും. ഭിക്ഷയാചിക്കാനായിട്ട് ഏതെങ്കിലും ഫുട്പാത്തിലൊക്കെ കൊണ്ടുവരിക്കും. ഇവിടെയൊന്നുമല്ല, വിദേശമല്ല, നമ്മുടെ വടക്കൻ രാജ്യങ്ങളിലേക്ക്, അതായത് സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട്ടിലേക്കും ഒക്കെ കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നില്ലേ? അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് കുറെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? കിഡ്നി, ഹൃദയം അല്ലേ, ഹാർട്ട്, ഇതിനൊക്കെയുള്ള കുറെ സാധനമുണ്ട് അല്ലേ. കരള്, ഇതൊക്കെ ഭയങ്കര ഇറച്ചിയോ? ഇറച്ചിയുണ്ട്, ശരിയാ. സ്റ്റൊമക്ക്, ലിവർ, അത് തന്നെയാണ് പറഞ്ഞത്, ലിവർ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല പൈസ കിട്ടുന്ന സാധനമാണ്. ഇതൊക്കെ അവര് അടിച്ചു മാറ്റും കേട്ടോ. നമ്മള് തട്ടിക്കൊണ്ടു പോകും. അപരിചിതരായ ആളുകളുടെ വണ്ടിയിൽ കയറരുത് കേട്ടോ. ഒരു കാരണവശാലും അവരോട് ലിഫ്റ്റ് ചോദിച്ച് പോകരുത്. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല മറ്റു കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ ഉള്ളില് ഒരു ലക്ഷ്യം വേണം കേട്ടോ. നിങ്ങൾക്ക് ആരാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ സിവിൽ സർവീസില് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി, അവള് സിവിൽ സർവീസ് പരീക്ഷ, സിവിൽ സർവീസ് എന്ന് അറിയാമോ? കളക്ടർ ആകാനും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. കളക്ടർ ആകണമെങ്കിൽ ഈ സിവിൽ സർവീസ് ഒക്കെ പാസ്സാകണം കേട്ടോ. IPS കാരനും ഒക്കെ ആകണമെങ്കിൽ അങ്ങനെ കുറെ 10-24 ജോലികളുണ്ട് അതിലേക്കുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ ആകണമെങ്കിൽ സിവിൽ സർവീസ് പാസ്സാകണം. ആ പെൺകൊച്ച് രാവിലെ എന്ത് ചെയ്തറിയാം? ഉറക്കമുണരുന്ന കാണുന്ന എന്താണ്? അവളുടെ മുറിയില്, ചെറിയ മുറിയില് കട്ടിൽ അവൾ ഇത് ഉണർന്ന് എഴുന്നേക്കുമ്പോൾ ആ ഭിത്തിയിലേക്ക് കാണുമ്പോൾ എന്തറിയാമോ? അവളുടെ പേര് ശ്രീലക്ഷ്മി തോന്നുന്നു അല്ലേ? ശ്രീലക്ഷ്മി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്നാണ് നമുക്ക് പേരിടാം. ശ്രീലക്ഷ്മി IFS. IFS എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന് പറയുന്ന സാധനം. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള നമുക്ക് പറ്റുന്ന ഒരു ഡിഗ്രി എന്ന് വേണേൽ പറയാം കേട്ടോ. നമ്മൾ രാവിലെ കണ്ണു തുറന്ന് നോക്കുന്നത് ശ്രീലക്ഷ്മി IFS അത് കണ്ടിട്ടാണ്. അപ്പൊ അങ്ങനൊരു ആഗ്രഹം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം കേട്ടോ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നന്നായി പഠിക്കണം കേട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല, നന്നായി പഠിക്കണം. അപ്പോ നല്ല പ്രകൃതിയോടിണങ്ങി ജീവിക്കണം കേട്ടോ. പ്ലാസ്റ്റിക് പരമാവധി നമ്മൾ ഒഴിവാക്കണം. നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ? രാവിലെ നമ്മൾ ചായയിലല്ല തുടങ്ങുന്നത്. ചായ നമുക്ക് പാല് എന്തിനാ കിട്ടുന്നത്? പ്ലാസ്റ്റിക് കവറില്ല അല്ലേ? പശുവിന് കിട്ടും, കുറച്ച് വീടുകളിലേ ഉള്ളൂ. ബാക്കി പാല് എന്തിനാ കിട്ടുന്നത്? പ്ലാസ്റ്റിക് കവറിലല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്ലാസ്റ്റിക്കിന്റെ സ്ഥാനമുണ്ട്. പക്ഷെ അത് ഉപയോഗം കുറയ്ക്കുക. ഞാൻ തീർത്തിരിക്കുന്നില്ല, നിങ്ങൾ രാവിലെ നിൽക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, ലോക പരിസ്ഥിതി ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.
രീതിയിലുള്ള ഒരു സന്ദേശവും ആശംസയും മെസ്സേജും ഒക്കെ തന്ന സാറിന് അങ്ങേയറ്റം അകവഴിഞ്ഞ് നന്ദി അറിയിക്കുന്നു. Keep it safe. Earth is a home for you and me. Cleanup is a happy earth. We can keep it clean always. Green earth is a shiny earth. We can decorate with the trees. Thank you.